ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 കിലോയിലും കൂടുതലുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് 2 തരം മുളകും കൂടിയിട്ട് വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്നതാണ്. കാശ്മീരി ചില്ലിയും എരിവുള്ള മുളകും കൂടിയിട്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചാണ്, 1/2 ടേബിൾ സ്പൂണ് വലിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വേപ്പില കൂടിയും ചേർത്തിട്ട് നല്ല കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം മട്ടൻ നന്നായിട്ട് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നമുക്കൊന്ന് അടച്ചു വെക്കാം. അരമണിക്കൂറിന് ശേഷം കുക്കറിലാണ് ഞാനത് വേവിക്കണത്. അപ്പം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി മാത്രമായിട്ട് വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കിന് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ചെറുതായിട്ടൊന്ന് ചെറിയുള്ളി വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പിന്നെ അടുത്തതായിട്ട് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ട് ഇനി നമ്മൾ മുട്ട മസാല തേച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഇതുപോലെ തന്നെ 2-3 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടത്തിന് വെള്ളം വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. ഇത് കണ്ടില്ല നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ മട്ടൻ നല്ലതാണോ എന്ന് മനസ്സിലാവട്ടെ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നന്നായിട്ട് വെള്ളം വരുന്ന മട്ടനാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് കുക്കറിന്റെ മൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ഒരു 5 വിസിൽ വന്നു കഴിഞ്ഞാല് മട്ടൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 5 വിസിലും വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കാം. അപ്പൊ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഇതാ നന്നായിട്ട് നല്ല റെഡ് കളറിലാക്കിയിട്ടുള്ള ഒരു കറിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കാനുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർത്തിട്ടില്ലല്ലോ. ഇനി തക്കാളിയൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തക്കാളി അരച്ചതാണ് അത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മട്ടന്. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഒരു 2 മിനിറ്റോടെ ഒന്ന് അടച്ചു വെക്കുക. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നത് പോലെ കാണാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ അങ്ങ് ചേർത്ത് കൊടുക്കുക.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുക. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനമുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ജീരകം വറുത്ത് പൊടിച്ചും, വലിയ ജീരകമാണ്. അതുകൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഗരം മസാല കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. പക്ഷെ ഈ ഒരു കറിയിൽ അത്യാവശ്യം ഗരം മസാലയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനിതിൽ ചേർക്കണില്ല. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.